ടെക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ തലയിൽ ആദ്യം പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഓൺട്രപ്രൈസിൽ ഇരുന്നിട്ട് വളരെ ചുറ്റുമുള്ള എന്താ പറയുക VR AR പോലെയുള്ള ഹൈലി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഇരുന്നാലേ നമുക്ക് ടെക്കിൽ പല കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോട്ടാണ് ഫിലിംസ് ആണെന്നുണ്ടെങ്കിലും ബുക്സ് ആണെന്നുണ്ടെങ്കിലും ടോക്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ തലയിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ പണ്ടാലത്ത് പോസ്റ്റർ ഉണ്ടാക്കുക നമ്മൾ ലൈക്ക് പേപ്പറിൽ ഇങ്ങനെ വരക്കലാണ്. അത് മാറി പിന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്യலாம். പിന്നെ വന്ന് അതിപ്പോൾ നമുക്ക് ക്യാൻവയിൽ ചെയ്യാൻ പറ്റും സിമ്പിളായി. ഇപ്പം അത് വന്ന് നമുക്ക് ഐഡിയോഗ്രാം പോലത്തെ AI ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളിതൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്കൊരു നല്ലൊരു മെസ്സേജ് കാണും. ബേസിക്കലി ടെക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ബാരിയേഴ്സ് കുറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻട്രികൾ കൂട്ടും. അപ്പോൾ നമ്മളെ പ്രോസസ്സ് സ്മൂത്ത് ആവും. പക്ഷെ ഇവിടെ എല്ലാം റിമെയിൻ ആകുന്നൊരു കാര്യമുണ്ട്, ഹ്യൂമൻ ഇമോഷൻ, ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി. ആകെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് മാത്രം മാറുന്നില്ല, അത് കുറച്ചുകൂടി സിംപ്ലിഫൈ ആകുകയും ചെയ്യുന്നില്ല. സോ ഇതന്നെ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. എൻട്രി കൂട്ടുക, ടെക്നിക്കൽ ബാരിയേഴ്സ് കുറക്കുക, എല്ലാവർക്കും എല്ലാം എക്സ്പോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു എക്കോസിസ്റ്റം. ടെക്കിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻസ്, സൊസൈറ്റിക്ക് പബ്ലിക്കിന് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രോബ്ലംസിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു മൊത്തം സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്തിട്ട് അതിന് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്കിൻ്റെ പ്രോഡക്ട്സ് ഓരോന്നും ഓരോ സൊല്യൂഷൻസ് ആണ്. നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്ത ഹാർഡ് വർക്കിൽ നിന്ന് സ്മാർട്ട് വർക്കിലേക്ക് നമ്മുടെ ഓരോന്നിനെയും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ടെക്കിൻ്റെ ഓരോ അഡ്വാൻസ്മെന്റ്സും ഓരോ ഇവല്യൂഷൻ സ്റ്റേജസ് എന്നും പറഞ്ഞാൽ. ഞാനിവിടെ ലവബിളിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് ഒബ്വിയസ്ലി അറിയാൻ ലൈക്ക് ഹ്യൂമൻ ക്യൂരിയോസിറ്റി എന്നുള്ള ഫാക്ടർ കൊണ്ട് തന്നെ കുറേ പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു. ലൈക്ക് പ്രൊജക്ട്സിൻ്റെ ക്വാണ്ടിറ്റിയിൽ എനിക്ക് അത്ര ലൈക്ക് അണ്ടർവെൽമിംഗ് ആയിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ ക്വാളിറ്റി, അതിൽ ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിരുന്നു. കാരണം ഇത്ര ക്വാളിറ്റി ആയ പ്രൊഡക്ട്സും ഇങ്ങനെ ഓരോ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളും അത് വളരെ ലൈക്ക് ഓവർവെൽമിംഗ് ആയ ഒരു ഫാക്ടറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ലവബിൾ വെച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ടൂൾസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് നമ്മൾ ലൈക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇത് അത്ര ഫീച്ചർ കുറവായിരിക്കും, ഇത് വല്ല കാണാൻ രസം ഉണ്ടാവില്ല. ബട്ട് നമ്മൾ സ്റ്റുഡൻസ് ഇത് ബിൽഡ് ചെയ്ത ഓരോ പ്രൊജക്ട്സും ലിറ്ററലി അതിൻ്റെ USPs ആയാലും അതിൻ്റെ ഫീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ ആയാലും ഇറ്റ് വാസ് ആക്ച്വലി പേഴ്സണലി ഇറ്റ് വാസ് ഷോക്കിംഗ്. അംജദിനെ പറ്റി പറയുകയാണെങ്കിൽ, അംജദ് നമ്മളിവിടെ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ട് അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ് അംജദ്. അതായത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് ഉള്ള ഒരു സ്റ്റുഡൻ്റാണ് അംജദ്. നമ്മൾ ഈവൻ ഏതൊരു പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അവൻ്റെ സൈഡിൽ നിന്ന് വരുന്ന റെസ്പോൺസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് അവന് AI വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്തും അവൻ്റെ സൈഡിൽ നിന്ന് വന്ന എന്താണ് ഐഡിയാസ് എന്ന് പറയുന്നത്. സോ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് ലൈക്ക് ഞാൻ ചൈൽഡ്ഹുഡ് മുതൽ നോക്കിക്കണ്ടുവരുന്ന ഒരു സംഭവമാണ്. സോ ബേസിക്കലി ഫണ്ട് എനിക്ക് കിട്ടി തുടങ്ങിയ കാലം കൊണ്ട് ഞാൻ പല മേഖലയിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫീൽഡിലായിട്ട് നിൽക്കാതെ പല ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു സംഭവം എനിക്ക് ഏർലി സ്റ്റേജസിൽ തന്നെ കിട്ടി. സോ ഇങ്ങനെ വന്ന ടൈമിൽ ആദ്യമൊക്കെ പ്രശ്നമില്ലായിരുന്നു. ലൈക്ക് കിട്ടുന്ന പൈസ ആ കുട്ടിയായ ടൈമിൽ തന്നെ ചിലവാക്കി കളയാം, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. ലേറ്റർ ഓൺ കിട്ടുന്ന പൈസ സേവ് ചെയ്യണം, ഭാവിയിൽ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ അതിൽ കൊടുക്കണമെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ, എമർജൻസി വന്നാൽ, ഹോസ്പിറ്റലിലൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ചിന്ത വന്നു. ഒബിയസ്ലി ഫ്ലോ ഓഫ് മണി കൂടുമ്പോഴാണ് നമുക്ക് അങ്ങനെ ചിന്ത വരിക. സോ അവൻ്റെ പ്രോജക്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ എന്തിനൊക്കെ പേയ്മെൻറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഫുഡ് ആയിക്കോട്ടെ, ട്രാവൽ എക്സ്പെൻസ് ആയിക്കോട്ടെ, അതേപോലെ നമുക്ക് ഓരോ മാസം സേവിങ്സ്, അത് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളെ ബാങ്ക് ട്രാൻസ്ഫർ പോലും അവൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്ത റൂളാണ് 50-30-20 റൂൾ എന്നുള്ളത്. സോ ഇത് ബേസിക്കലി 50 എന്നുള്ളത് നീഡ്സിനും, 30 എന്നുള്ളത് വാണ്ട്സിനും, 20 എന്നുള്ളത് സേവിങ്സിനുമാണ്. സോ ഈ റൂളിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. അതായത് ഇതന്നെ വേറെ പലരും പല മോഡുലേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇത് മാറ്റിയിട്ട് 40-30-20-10 എന്നുള്ള റൂൾക്ക് മാറ്റി. അതായത് 10 എന്നുള്ളത് എമർജൻസിക്ക് മാറും. അപ്പോൾ ഇങ്ങനെ ചെയ്ത ടൈമിൽ ഒബ്വിയസ്ലി എനിക്ക് ഒന്നുകൂടി നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്ക് അക്കൗണ്ട്സ് സെഗ്രിഗേറ്റ് ചെയ്തു. സോ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ബാങ്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തു, ഇതിൻ്റെ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്നിട്ടിരുന്നാൽ പോലും ലൈക്ക് നമുക്ക് ഒരു ഒറ്റ വ്യൂവിൽ എല്ലാം കാണണം, എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈക്വലായിട്ട് എല്ലാവർക്കും എത്തിക്കണം. സോ ഈ അനാലിസിസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു പ്യുവർലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അത് AI ടൂൾ യൂസ് ചെയ്തിട്ടാണ്. അവൻ ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇപ്പം ഇപ്പോൾ ഒരു 4 years ആയിട്ട് നമ്മളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല. പക്ഷേ ആള് സ്വന്തമായിട്ട്
പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊരു റിസ്ക് അല്ലാത്ത പക്ഷം AI ടൂൾ ഒരു ഈസിലി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വെബ്സൈറ്റാണ് ഫൈൻവേ എന്നുള്ളത്. സോ ഇതിൽ ബേസിക്കലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയ യൂസറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ചെയ്താൽ നിങ്ങളെ ഇനീഷ്യൽ ബാലൻസ് എന്താണോ അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഇനീഷ്യൽ ബാലൻസിന് നിങ്ങൾ ചൂസ് ചെയ്ത കസ്റ്റമർ റൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ആയിട്ടുള്ള 50-30-20 റൂൾ ആഡ് ചെയ്യാം. സോ ഈ റൂൾ ബേസിൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 50 ഫോർ യുവർ നീഡ് ആൻഡ് അതേഴ്സ് ആ ഒരു കാറ്റഗറിയിൽ മാറ്റും. സോ ഇത് ബേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് അതേപോലെ തന്നെ ഇൻകം കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇതിലിപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ട്രാൻസാക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൽ ഈ വരുന്ന ബാലൻസിൽ മാറ്റം വരണം, ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസിൽ മാറ്റം വരണം, എൻ്റർലി ചേഞ്ചസ് വരണം. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. ഒന്ന് OCR എന്നുള്ളത്, ഇമേജ് ടു ടെക്സ്റ്റ് എന്നുള്ള ടൂൾ. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആണെങ്കിലും വേറെ ഏതെങ്കിലും UPI പേ ആണെങ്കിലും അല്ലാന്നൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഇൻകം ആണെന്നുണ്ടെങ്കിലും എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിലും 2 കാറ്റഗറി ആയിട്ട് കാണിക്കും. എന്നിട്ട് ഇത് തമ്മിലുള്ള ഒരു സെഗ്രിഗേഷൻ ഉണ്ടാവും. എന്നിട്ട് ഈ ഇൻകം അല്ലെങ്കിൽ ഈ എക്സ്പെൻസ് ഏത് കാറ്റഗറിയിൽ ആഡ് ചെയ്യാന്നുള്ളത് ഓട്ടോമാറ്റിക് അലോക്കേറ്റ് ചെയ്യും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാനുവലി ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ജസ്റ്റ് ആ സ്ക്രീൻഷോട്ട് എൻഡ് ഓഫ് ദി ഡേ സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ബാലൻസും അതേപോലെ തന്നെ ഒരു മന്ത്ലി എത്ര നിങ്ങൾ ചിലവാക്കി, എത്ര നിങ്ങൾക്ക് ബാലൻസ് വരും, എത്ര ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് എമർജൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു ഫുള്ളി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് അതിൽ കിട്ടും. സോ ദാറ്റ്സ് ബേസിക്കലി വാട്ട് ഐ മീൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയാസ് നമുക്ക് ഇതേപോലുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസാണ് അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ഭയങ്കര നല്ല റെസ്പോൺസ്. അതേപോലെ തന്നെ ഏത് കാര്യം ആയിക്കോട്ടെ, അപ്പോൾ നമ്മളൊരു എടുക്കാത്തൊരു ടോപ്പിക്ക് റിസർച്ച് ചെയ്ത് തരുമോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുമെന്ന് വെച്ചാൽ അംജദ് ഓക്കെയാണ്. ഷഹീൻ്റെ അടുത്തുനിന്ന് ലൈക്ക് പാർക്കിഗോ പോലത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ലൈക്ക് വണ്ടർ അടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഷെയ്ൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. വന്ന സമയത്ത് ആൾ ഞാൻ വിചാരിച്ച ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ, ലൈക്ക് മിണ്ടാതെ പറയുന്ന ടാസ്ക് മാത്രം ചെയ്തു പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. കാരണം നമ്മൾ എന്തെടുക്കുന്നോ ലൈക്ക് നമ്മൾ എന്ത് ടീച്ച് ചെയ്യുന്നോ അത് അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് അവൻ തരുമായിരുന്നു. ബട്ട് എയും കൂടെ ലൈക്ക് എയിൽ നമ്മൾ കോഴ്സ് അവന് പ്രൊവൈഡ് ചെയ്തപ്പോൾ ലൈക്ക് അവൻ്റെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നോവേറ്റീവ് പ്രൊജക്ട്സ് ആയിരുന്നു. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് പാർക്കിക്കോ എന്നാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൗണിലേക്കും അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് പാർക്കിംഗ് കണ്ടുപിടിക്കില്ല എന്നുള്ളത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ പാർക്കിക്കോ കൊണ്ടുവന്നത്. അതായത് അവൻ ചെയ്യുന്ന ഓരോ ലൈക്ക് പാർക്കിക്കോ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പാർക്കിങ്ങിനുള്ള ഓപ്ഷൻസും അതേപോലെ ലിസ്റ്റിങ്ങിനുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പാണ് പാർക്കിക്കോ. ഈ പാർക്കിക്കോ പോലെ തന്നെ കോഴ്സിൻ്റെ ലൈക്ക് നമ്മൾ ഡേറ്റ അനാലിസിസ് കോഴ്സാണ് അവൻ ചെയ്യുന്നത്. ആ കോഴ്സിൽ തന്നെ ലൈക്ക് നമുക്ക് ഡേറ്റ ക്ലീനിങ് അങ്ങനത്തെ കുറേ പ്രോസസ്സുകൾ വരുന്നുണ്ട്. ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു വെബ്സൈറ്റ് തന്നെ ബിൽഡ് ചെയ്തിട്ട് ലൈക്ക് ഡേറ്റ ക്ലീനിങ്, ഡേറ്റ പ്രീ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് ലൈക്ക് അവൻ്റെ ടാസ്ക് ഒന്നുകൂടെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് എയുടെ ഹെൽപ്പോടെ അവൻ ഇതെല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ആൾക്കാർക്ക് അവരുടെ സ്ഥലം ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കറക്റ്റ് ലൊക്കേഷൻ, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ, കാർ വാഷിൻ്റെ ഫെസിലിറ്റി ഉണ്ടോ, സെക്യൂരിറ്റി ഉണ്ടോ, പിന്നെ CCTV ഉണ്ടോ, അതൊക്കെ ആഡ് ചെയ്യണം. പിന്നെ എത്ര അവൈലബിൾ സ്പേസ് ഉണ്ട് അതൊക്കെ കൊടുക്കണം. പിന്നെ ഡ്രൈവേഴ്സിന് വേണമെങ്കിൽ പാർക്കിംഗ് ബുക്ക് ചെയ്യാം. അതിൽ എത്ര അവൈലബിൾ സ്പേസ് ഉണ്ടെന്ന് കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് പാർക്കിംഗ് ബുക്ക് ചെയ്യാം. പിന്നെ ഇതിൽ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ പബ്ലിക് റെസ്റ്റ് റൂംസ്, പെട്രോൾസ് അതൊക്കെ ഇതിൽ കാണാം. ഞാൻ ഈ വെബ് ആപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തത് ലവബിളാണ്. ജസ്റ്റ് കുറച്ച് മണിക്കൂർ മാത്രം ഇരുന്നിട്ടുണ്ടാക്കിയാണ്. ലവബിളിൻ്റെ ഹാക്കത്തോൺ നടക്കുമ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കി. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ ഒരു വെബ് ആപ്പ് ഒന്നും. അപ്പോൾ ഒരു പ്രൗഡായിരുന്നു. പ്രൊജക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം, അതുപോലെ പ്രസൻറ്റ് ചെയ്യും വേണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡ്ഇൻ എന്ന് പറഞ്ഞ പ്രൊഫൈലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ പ്രസൻറ്റേഷൻസിലൊക്കെ അവൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ലൈക്ക് അവൻ കട്ട് പ്രിസൈസ് ആയിട്ട് അവൻ്റെ പോയിന്റ്സ് നമ്മളായിട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലൈക്ക് എല്ലാവർക്കും സ്റ്റുഡൻസിനും മനസ്സിലാവുന്ന രീതിയിൽ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ സ്റ്റുഡൻസ് ഓരോന്നും ലൈക്ക് ഓരോരോ പ്രൊജക്ട്സ് ചെയ്തിട്ട് അത് പോർട്ട്ഫോളിയോയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ലൈക്ക് ആ സ്മോളർ സ്റ്റേജ് തൊട്ടിട്ട് ലൈക്ക് ഇവിടെ വന്നപ്പോൾ ആ സ്റ്റേജ് തൊട്ടിട്ട് ഇപ്പോൾ അവരെവിടെ എത്തി നിൽക്കുന്നതെന്ന് കാണുമ്പോൾ ലൈക്ക് ഇറ്റ് മേക്ക് us ഫീൽ വെരി പ്രൗഡ്.